ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോ വർഗീസ്. നിങ്ങളില് പലർക്കെങ്കിലും എന്നെ കണ്ടുപരിച്ചുണ്ടായിരിക്കും അല്ലെ? ഇനി ഇപ്പൊ തന്നെ കണ്ടുപരിച്ചില്ലെങ്കിലും ഇന്ന് മുതൽ നമ്മൾ കാണുന്നു, പരിചയപ്പെടുന്നു, കൂടെ കൂടുന്നു. അപ്പോ നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് എപ്പിസോഡ് വേമ്പനാട് കായലിന്റെ സെന്ററിൽ, അതായത് നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു തുരുത്തിനെ കുറിച്ചാണ്. തുരുത്തിന്റെ പേര് പാതിരാമണൽ. എങ്ങനെയാ തുടങ്ങിയല്ലേ? ഇന്നത്തെ നമ്മുടെ യാത്ര പാതിരാമണൽ ദ്വീപിലേക്കാണ്. പതിവ് പോലെ തന്നെ വൈക്കത്ത് നിന്നാണ് നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത്. ഗൂഗിൾ അമ്മച്ച് വഴി കാണിച്ച പ്രകാരം തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തണ്ണീർമുക്കം ബണ്ടിലൂടെ നോക്കുമ്പോൾ അങ്ങ് അകലെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാതിരാമണൽ ദ്വീപിന്റെ ഒരു ചെറിയൊരു കാഴ്ച. ഗൂഗിൾ അമ്മച്ച് വഴി കാണിച്ച പ്രകാരം നമുക്ക് പോകേണ്ടത് ആലപ്പുഴ റൂട്ടിലേക്കാണ്. നേരെ പോകുന്നത് ചേർത്തലയ്ക്ക്. ഞങ്ങൾ നേരെ വണ്ടി ഇടത്തേക്ക് തിരിച്ചു. അപ്പോ നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിന് അടുത്തോട്ട് എത്തുന്നു. ഇത് കായിപ്പുറം എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടുന്ന് നിയറസ്റ്റ് ഒരു 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മുടെ പാതിരാമണൽ എന്നുള്ള ദ്വീപിലോട്ട്. അപ്പോ അങ്ങനെ നമ്മൾ കായിപ്പുറം ബോട്ട് ജെട്ടിയിലോട്ട് എത്തി. ജലമാർഗം വഴി മാത്രമാണ് പാതിരാമണൽ ദ്വീപിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. ഒന്ന് കായിപ്പുറം ബോട്ട് ജെട്ടിയിൽ നിന്നും മറ്റൊന്ന് കുമരകം ബോട്ട് ജെട്ടിയിൽ നിന്നും. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന കായിപ്പുറം ബോട്ട് ജെട്ടിയിൽ നിന്ന് പാതിരാമണലിലേക്ക് ശിക്കാരി ബോട്ടും ഹൗസ് ബോട്ടും അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് സർവീസുകളൊക്കെ ലഭ്യമാണ്. ഇവിടെ നിന്നും 4 പേരടങ്ങുന്ന ഒരു സംഘത്തിന് പാതിരാമണൽ എത്തി തിരിച്ച് കായിപ്പുറത്തേക്ക് വരാൻ 600 രൂപയാണ് ബോട്ട് ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ശിക്കാരി ബോട്ടൊക്കെ എടുത്ത് പതിയെ പാതിരാമണൽ ദ്വീപിലേക്ക് ബോട്ട് യാത്ര പുറപ്പെട്ടു. അങ്ങനെ നിശബ്ദമായി ഒഴുകുന്ന വേമ്പനാട്ട് കായലിലൂടെ നമ്മുടെ ബോട്ട് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുമരകം വഴി ബോട്ടിനാണ് വരുന്നതെങ്കിൽ ഒരു 5 കിലോമീറ്റർ വരണം പാതിരാമണലിലേക്ക് എത്താനായിട്ട്. നമ്മൾ കായപ്പുറം വഴിയാണെങ്കിൽ 1 കിലോമീറ്റർ സംതിങ് നമുക്ക് ഇവിടെ എത്താം. രണ്ടിടത്തും നല്ല വ്യത്യാസം ഉണ്ടല്ലേ? വ്യത്യാസമുണ്ട്. ഓക്കെ. കായലിൽ ഉയർന്ന പച്ചപ്പിന്റെ തുരുത്ത്, നട്ടുച്ച് കിരട്ടാവുന്ന പാതിരയിൽ തിളങ്ങുന്ന അത്ഭുത ലോകം. ഇത് പാതിരാമണൽ. അപ്പോ നമുക്ക് അതുപോലെ തന്നെ ഒരു എൻട്രി ഫീ ഉണ്ട്. കുട്ടികൾക്ക് ഏകദേശം 25 രൂപയും മുതിർന്നവർക്ക് 50 രൂപയും. ഈ ഫീ എടുത്താൽ മാത്രമേ നമ്മൾ ഉള്ളിലോട്ട് കടത്തി കൊടുത്തുള്ളൂ. എന്തായാലും എടുത്തേക്കാല്ലേ? നമ്മുടെ വേമ്പനാട്ട് കായലിൽ 75 ഏക്കർ വിസ്തീർണത്തിലാണ് ഈ ദ്വീപ് ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. വില്ലുമംഗലം സ്വാമിയാർ കായലിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഈ ദ്വീപ് എന്ന് പറയപ്പെടുന്നു. പാതിരായ്ക്ക് സൃഷ്ടിച്ചതുകൊണ്ട് തന്നെയാണ് പാതിരാമണൽ എന്ന പേരും വന്നത്. ഇന്ന് ദിവസേന 150-ലധികം സഞ്ചാരികൾ എത്തുന്ന ഈ ദ്വീപ് പണ്ട് അന്തർപേരർ എന്ന വ്യക്തിയുടെ അധീനതയിലായി. 28 വർഷം മുമ്പെയാണ് കേരള സർക്കാർ ഈ ഭൂമി വിലയ്ക്ക് വാങ്ങുന്നത്. EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ടൂറിസം മേഖലയായി പാതിരാമണൽ പ്രഖ്യാപിക്കുന്നത്. സഞ്ചാരികളുടെ വരവോടുകൂടി ദ്വീപിൽ താമസിച്ചിരുന്ന 14ഓളം കുടുംബങ്ങളെ ഗവൺമെന്റ് മാറ്റിപ്പാർപ്പിച്ചു.
അന്ന് താമസിച്ചിരുന്ന 14 കുടുംബങ്ങൾ ദൈവാരാധനയ്ക്കും മറ്റുമായി ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോകുന്നു. അവരെ മാറ്റിപ്പാർപ്പിച്ചുവെങ്കിലും എല്ലാ മാസവും മാസപൂജയും എല്ലാ വർഷത്തിലും ഡിസംബർ 28-ന് ദേശത്താലപ്പൊലിയും അവർ ഇന്നും കൊണ്ടാടുന്നുണ്ട്. ഇടതൂർന്ന മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ദ്വീപ് ഇന്ന് ദേശാടന പക്ഷികളുടെയും പേരറിയാ കിളികളുടെയും വാസസ്ഥലവും വിനോദസഞ്ചാരികൾക്ക് പ്രകൃതിയുടെ അനുഗ്രഹവും കാഴ്ചയുടെ ഒരു അത്ഭുതവുമാണ്. നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 10-15 വിനോദസഞ്ചാരികളുമായി പുറപ്പെടുന്ന സീ കുട്ടനാട് അതുപോലെ തന്നെ വേഗ എന്നീ ബോട്ടുകൾ അവരുടെ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടും മറ്റും ഈ ദ്വീപിലാണ് തമ്പടിക്കാറുള്ളത്. പാതിരാമണൽ ആസ്വദിക്കാൻ വരുന്ന വിനോദസഞ്ചാരികൾക്കും നമ്മളിപ്പോൾ ഈ പറഞ്ഞ ബോട്ടുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഉച്ചഭക്ഷണം വില കൊടുത്തു വാങ്ങി കഴിക്കാവുന്നതാണ്. സൂര്യോദയവും സൂര്യാസ്തമയവും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഈ ദ്വീപിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അതിന്റെ പേരാണ് അനന്ത പത്മനാഭ തോപ്പ്. എക്കോ ടൂറിസമായി സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് മാലിന്യ വിമുക്തം കൂടിയാണെന്ന് ഞാൻ എടുത്തു പറയുന്നു. ഈ ചെറിയ ദ്വീപ് വലിയ ഓർമ്മകളായി മാറും. പാതിരാമണലിൽ ഒരു ദിവസവും ഒരു ജീവിതകാല ഓർമ്മയും. അങ്ങനെ പാതിരാമണലിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ?